ശില്പ, നമ്മളെല്ലാവരും ഈ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യുന്നത് അധികവും എന്തിനൊക്കെ വേണ്ടിയാണ്? നമ്മുടെ പനി, തലവേദന അല്ലെങ്കിൽ മറ്റ് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോഴാണ് മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യുന്നത്. പക്ഷെ എത്രത്തോളം ആളുകൾ ഈ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടിന് അല്ലെങ്കിൽ മാനസികമായി നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടി ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യുന്നുണ്ട്? ഒരു 2-3 കൊല്ലം മുൻപത്തെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ കുറവായിരുന്നു അതിന്റെ എണ്ണം എന്ന് വേണം നമുക്ക് പറയാൻ പറ്റും. കാര്യം ആളുകളൊക്കെ അന്ന് കരുതിയിരുന്നത് ഈ മാനസികമായിട്ട് നമ്മൾ നേരിടുന്ന ഡിപ്രഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷൻ, നമുക്ക് ഒരാളോട് എന്തെങ്കിലും ഷെയർ ചെയ്യണം, നമ്മൾ കുമ്പളങ്ങി നൈറ്റ്സിൽ കണ്ടിട്ടില്ലേ, അതുപോലത്തെ വല്ലാത്ത മാനസിക ഭാരം ഒക്കെ അനുഭവപ്പെടുന്നവർ ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണാം, ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം എന്ന് കരുതുകയാണെങ്കിൽ അതിന് ആരോടെങ്കിലും ഒരു സജഷൻ ചോദിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ പൊതുസമൂഹം അതിനെ കണക്കാക്കിയിരുന്നത് പ്രാന്തുള്ളവർ മാത്രമേ അല്ലെങ്കിൽ വട്ടുള്ളവർ മാത്രമേ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഡോക്ടർമാരെ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുള്ളൂ, അല്ലെ സൈക്യാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുള്ളൂ എന്നൊരു ശ്രുതി പൊതുവെ സമൂഹത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അതിനെ ഭയന്നുകൊണ്ട് ആരും പോകാറുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. സ്വയം അതിനെ ഡീൽ ചെയ്യുക, സ്വയം നേരിടുക, ഇനി അത് പറ്റിയില്ലെങ്കിൽ അതോടുകൂടി ആ മനുഷ്യൻ അവിടെ അവസാനിക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു സംഗ്രഹം. പക്ഷെ ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു വാർത്ത വായിക്കാം. മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള ഇന്റർനെറ്റ് സെർച്ച് കൂടി. ഈ വർഷം രേഖപ്പെടുത്തിയത് 41% വർധനവാണ്. അതിൽ മനഃശാസ്ത്രജ്ഞന്മാർക്കുള്ള തിരച്ചിലിൽ കൊൽക്കത്തയ്ക്കും മുംബൈക്കും പിന്നിൽ കോഴിക്കോടാണ് 3-ാം സ്ഥാനത്തുള്ളത്. നമ്മുടെ കേരളത്തിൽ കോഴിക്കോടാണ് 3-ാം സ്ഥാനത്ത് നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പം എത്രത്തോളം ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ആളുകൾ ഒരുപാട് മാറി എന്നുള്ളത് നമുക്ക് ആശ്വസിക്കാം, സന്തോഷിക്കാമെന്നല്ല ആശ്വസിക്കാം. കാരണം ആളുകൾ ആ ഒരു ടാഗ് ലൈന് ഒന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങി. ആ അംബ്രല്ലയ്ക്ക് കീഴിൽ നിൽക്കാതെ അതിൽ നിന്ന് പുറത്തു വന്ന് നമ്മുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾക്ക് ഒപ്പം തന്നെ നമ്മുടെ മാനസിക ബുദ്ധിമുട്ടുകൾക്കും പ്രാധാന്യം കൽപ്പിച്ച് അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ മൊത്തത്തിൽ ഇത് കൂടി എന്ന് പറയുന്നത് നമുക്ക് ഒരേ സമയം അപകടവും കൂടിയാണ്. ആളുകൾ മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് എന്നാണ് നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്താണ് ശില്പ, എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത് ഈ ഒരു പ്രശ്നത്തെ? ആക്ച്വലി നമ്മുടെ മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ ശാരീരിക അവസ്ഥ അല്ലെങ്കിൽ ഫിസിക്കൽ കണ്ടീഷനെ പോലെ തന്നെ നമ്മൾ പരിഗണിക്കേണ്ട ഒരു സൈഡാണ് നമ്മുടെ മെന്റൽ ഹെൽത്ത്. നമ്മൾ ഇപ്പം പറയാനുണ്ട്, ഒരു ഹാപ്പി മൈൻഡിലാണ് ഒരു ഹാപ്പി ബോഡി ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് ഹാപ്പി ആയാലാണ് നമ്മുടെ ശരീരം കുറച്ചുകൂടി ഫിറ്റ് ആവുക. അപ്പോൾ മെന്റൽ ഹെൽത്തിന് നമ്മൾ പണ്ട് അനുപമ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പണ്ട് അത് വലിയൊരു പ്രശ്നമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പണ്ട് എല്ലാവർക്കും കളിയാക്കാനുള്ള ഒരു സാധനമായിരുന്നു ഒരു എന്താ പറയുക സൈക്യാട്രിസ്റ്റിനെ പോയി കാണുക അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ പോയി കാണുക എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് അതിൽ നിന്ന് നമ്മൾ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് ആൾക്കാരുടെ മെന്റൽ ഹെൽത്ത് കൂടുതൽ ഡാമേജ്ഡ് ആവാനും തുടങ്ങി. പിന്നെ എന്താണെന്ന് വെച്ചാൽ അനാവശ്യമായ സംശയം, അത് അതിൻ്റെ ഒരു ബാഡ് സൈഡാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്കും അതൊരു മെന്റൽ ഹെൽത്ത് പ്രോബ്ലം ആണ് എന്നുള്ള തരത്തിൽ അതിനെ ജഡ്ജ് ചെയ്യപ്പെടാൻ തുടങ്ങി. അപ്പൊ അതാണ് ഒരു റീസൺ. എന്താണ് ഇത്രയും തോന്നെ സെർച്ചുകൾ ഈ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യുക നല്ലതാണ്, തെറ്റാണെന്നല്ല പറയുന്നത്. പക്ഷെ എന്താ പറയാ, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ചിലപ്പോൾ നമ്മൾ ഡീൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് പോലും നമ്മൾ ഡിപ്പെൻഡൻസി തുടങ്ങി. നമുക്ക് അതിന് നമ്മൾ മെന്റൽ ഹെൽത്ത് ശരിയല്ലായിട്ടാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസോർഡർ കാരണമാണെന്ന് പറഞ്ഞ് അതിനെ പഴിചാരാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ മറ്റേ സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു തരത്തിൽ ഇതൊരു നല്ല സൈനാണ്. നമ്മൾ മെന്റൽ ഹെൽത്തിനെ കൺസിഡർ ചെയ്യാൻ തുടങ്ങുന്നു എന്ന് പറയുന്നത് വളരെ നല്ലൊരു സൈനാണ്. കാരണം നമുക്കറിയാം നമ്മുടെ നാട്ടില് ഒരുപാട് പേർക്ക് ഇത്തരത്തിലുള്ള മെന്റൽ ഇഷ്യൂസ് ഉണ്ട്. അത് ചില ആൾക്കാർക്ക് ഇപ്പൊ നമ്മള് ചില ഇന്റർവ്യൂകളിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് അവർ പറഞ്ഞു വെക്കാറുണ്ട് ഇന്നർ ചൈൽഡ് പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ കുട്ടിക്കാലത്ത് ഉണ്ടാവുന്ന ചെറിയ ട്രോമകൾ പോലും, എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഗർഭാവസ്ഥയിൽ ഒരു ശിശുവിന് ഉണ്ടാവുന്ന ട്രോമ പോലും ഒരു അഡൾട്ടിനെ കൃത്യമായി ബാധിക്കാം, അവരുടെ സ്വഭാവത്തെ അത് കൃത്യമായി ബാധിക്കാം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്വഭാവ വൈകല്യങ്ങൾ അവർക്ക് വരാം. അപ്പോൾ അത്തരത്തിൽ കുട്ടിയെ നമ്മൾ ഗർഭാവസ്ഥയിൽ ഇരിക്കുന്നത് മുതൽ നമ്മുടെ മെന്റൽ ഹെൽത്ത് ബിൽഡ് ചെയ്യപ്പെടുകയാണ്. സോ ആ മെന്റൽ ഹെൽത്തിന് നമ്മുടെ ശാരീരിക ലൈക് ഫിസിക്കൽ ഹെൽത്തിന് കൊടുക്കേണ്ട അതേ പരിഗണന നമ്മൾ കൊടുക്കണം. ഇപ്പൊ നമ്മൾ ഇന്റർവ്യൂവിൽ നമ്മളൊരു ഇന്നർ ചൈൽഡ് ഹീലിങ്ങിനെ കുറിച്ച് എടുത്തൊരു ഇന്റർവ്യൂവിൽ വന്ദന മാം പറയുന്നുണ്ട്, നമ്മൾ കുഞ്ഞായിട്ട് ഗർഭാവസ്ഥയിൽ ഇരിക്കുമ്പോൾ ചില അമ്മമാർക്ക് ഉണ്ടാവും അല്ലെങ്കിൽ ചില അച്ഛന്മാർക്ക് ഉണ്ടാവും ഇപ്പൊ കുഞ്ഞ് വേണ്ടായിരുന്നു, പിന്നെ കുഞ്ഞായിപ്പോയി. അപ്പൊ ഇതിങ്ങനെ സംസാരിക്കും. ഈ സംസാരിക്കുന്ന ആ വയറ്റിലുള്ള കുഞ്ഞിനെ ബാധിക്കുന്നുണ്ട്. അപ്പൊ ആ കുഞ്ഞ് പ്രസവിച്ചു കഴിഞ്ഞ് വലുതായി കഴിഞ്ഞാലും ആ കുഞ്ഞിൽ അതിന്റെ റിജക്ഷൻ എന്ന് വെച്ചാൽ വേണ്ടായിരുന്നു, ആ സാധനം ആ കുട്ടിയെ മെന്റലി ഭയങ്കരമായി ബാധിക്കും. അത് മേ ബി കറക്റ്റ് ആയിട്ടുള്ള ഒരു പാരന്റിങ്ങിലൂടെ വന്നിരുന്നെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ അവിടെ പാരന്റിങ് കൂടി ലാക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മെന്റൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. സോ എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഇത്രയും മെന്റൽ ഇഷ്യൂസ് ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൈറ്റ് ഫ്രം അവർ എന്താ പറയാ പാരന്റിങ് മുതൽ നമ്മളിപ്പോ ജോലി സ്ഥലത്ത് ഉണ്ടാവുന്ന സ്ട്രെസ്സുകൾ, അതല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പ്, ഇന്നത്തെ കാലത്ത് നമുക്ക് പറയാം റിലേഷൻഷിപ്സ് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് അതിന്റെ എന്താ പറയാ വേറെ വേറെ മാനങ്ങൾ തേടിപ്പോയി അല്ലെങ്കിൽ വളരെ ലിബറലായി ചിന്തിക്കുന്ന മനുഷ്യർ വന്നെങ്കിലും
അത് ഉണ്ടാക്കുന്ന കോംപ്ലിക്കേഷൻസും, അത് പണ്ട് കാലത്ത് ഈ ബ്രേക്കപ്പ് ചെയ്താൽ ആത്മഹത്യ ചെയ്തിരുന്നവരുടെ എണ്ണം കൂടുതലാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് അത് കുറയാൻ തുടങ്ങി. പക്ഷെ ഇന്ന് അത് മറ്റ് റീസൺസ് ആവാൻ തുടങ്ങി. ബ്രേക്കപ്പിന് ശേഷം സിറ്റുവേഷൻഷിപ്പ് വരാൻ തുടങ്ങി, അല്ലെങ്കിൽ അത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയി പോകുന്ന മറ്റ് റിലേഷൻഷിപ്പ് രീതികളിലേക്ക് മാറാൻ തുടങ്ങി. അപ്പൊ അതിന്റെ കാരണം കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നവരായി, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തില്ലെങ്കിൽ തന്നെ ഈ കാരണം കൊണ്ട് മാനസികമായി ഓക്കെ അല്ലാത്തവരായി നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ എല്ലാ തരത്തിലുള്ള പ്രഷറുകളും ഉണ്ട്. പ്രത്യേകിച്ച് നമ്മൾ മലയാളികളെ സംബന്ധിച്ച് എന്താ പറയാ, ഒന്നിനെയും ഡീൽ ചെയ്യാനുള്ള ഒരു ശേഷി കുറഞ്ഞു തുടങ്ങി, അല്ലെങ്കിൽ നമുക്ക് ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ഇല്ലാത്തൊരവസ്ഥ. അതിനെയാണ് ഞാൻ എൻ്റെ മെയിൻ. ഇപ്പോൾ എനിക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് എനിക്ക് സംസാരിക്കാൻ കൃത്യമായ ഒരു മനുഷ്യൻ, അതാണോ പെണ്ണോ ആരോ ആവട്ടെ, ഉണ്ടായെങ്കിൽ ഈ പ്രശ്നം വരില്ല. ഒരു സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. സൈക്കോളജിസ്റ്റുകൾ എന്ന് പറയുന്നത് കൗൺസിലിംഗ് ചെയ്യുന്നവരാണ്. കൃത്യമായി കൗൺസിലിംഗ് ആണ് അവർക്ക് നമുക്ക് മെഡിക്കേഷൻസ് തരാൻ സാധിക്കില്ല. അവർ കൗൺസിലിംഗ് ചെയ്യുന്നവരാണ്. ഈ കൗൺസിലിംഗ് ചെയ്യുന്നത് എന്താണ്? നമ്മൾ പറയുന്ന കാര്യങ്ങളെ കേൾക്കുക, ആ കേട്ട് നമുക്കുള്ള മറുപടികൾ തരിക എന്നുള്ളത്. ഇത് എല്ലാവർക്കും ഒരു സൈക്കോളജിസ്റ്റിനെ പോലെ വർക്ക് ചെയ്യാൻ സാധിക്കും. എനിക്കൊരു നല്ല ലിസണർ ഉണ്ടെങ്കിൽ എനിക്ക് ഇത്രത്തോളം പ്രശ്നങ്ങൾ വരില്ല, എൻ്റെ പകുതി പ്രശ്നങ്ങൾ അവിടെ തീർന്നിട്ടുണ്ടാവും. അത് ഈ സൈക്കോളജിസ്റ്റുകളുടെ അടുത്ത് നിൽക്കാത്ത കാര്യങ്ങളാണ് സൈക്യാട്രിസ്റ്റുകളിലേക്ക് മാറുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ മെഡിക്കേഷൻസ് എടുക്കേണ്ട കാര്യങ്ങളാണ് കൂടുതലും സൈക്യാട്രിസ്റ്റുകളിലേക്ക് എത്തിപ്പെടുന്നത്. സോ ഇന്നത്തെ കാലത്ത് ആർക്കും അങ്ങനെ ലിസൺ ചെയ്യാൻ ഒരു മനുഷ്യനില്ല. എല്ലാവരും അവരുടെ ജീവിതത്തിൽ തിരക്കിലാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം നോക്കാൻ സമയമില്ല, ആത്മാർത്ഥമായി കുറച്ച് വാല്യൂബിൾ ആയിട്ടുള്ള സമയം കൊടുക്കാൻ ആരുമില്ല. സോ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇത്രയും പേർക്ക് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വരുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഇത് ഈ മാനസിക പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകൾ അവര് ഒരു കറക്റ്റ്, നമ്മൾ പറയല്ലോ നേരായ കൈകളിൽ എത്തിച്ചേർന്നാലേ അതിനെ നേരായി ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് പോലെ എല്ലാവരും ഇപ്പം ഞാൻ ഇന്നൊരു ഒരു ഒരു എന്താ പറയാ ഒരു ഷോ, യൂട്യൂബിലൊരു ഷോ കണ്ട സമയത്ത് അതിനകത്ത് പറയണ്ടായിരുന്നു, ഈ എന്താ പറയാ ഓരോരോ മാജിക് അതൊക്കെ ചെയ്യുന്ന ഹീലേഴ്സ് അവരുടെയൊക്കെ എണ്ണം വളരെ കൂടി, അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റുകളുടെ എണ്ണം കൂടി, ഭയങ്കര ന്യൂമറസ്. അതെ, ഇന്ന് അതൊരു ബിസിനസ്സാണ്. പക്ഷെ എല്ലാവർക്കും എങ്ങനെയാ അത് ഡീൽ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. ഒരു ടാഗ് ലൈനിൽ അങ്ങോട്ട് തുടങ്ങുകയാണ്. ഇൻസ്റ്റഗ്രാമിൽ ബയോയില് എന്താ പറയാ ഒരു സൈക്കോളജിസ്റ്റ്, അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഇങ്ങനത്തെ ഒരു മെന്റൽ ഹീലർ എന്നൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾ ഒരു ചുമലിന് വേണ്ടി ഇങ്ങനെ തപ്പി നടക്കുന്നവർ പെട്ടെന്ന് ഇത് കാണുമ്പോൾ അവിടെ പോയി അവരുടെ പ്രശ്നങ്ങളെല്ലാം ബേസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ തുറന്നു വിടുകയാണ് അങ്ങോട്ട്. അപ്പൊ പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എത്രത്തോളം ക്വാളിറ്റി ഉള്ള ആളായിരിക്കണം എന്നുള്ളത് വലിയൊരു ഫാക്ടറാണ്. കാരണം നമുക്ക് അതിനെ ഡീല് ചെയ്യാൻ പറ്റും. നമുക്ക് ഇയാളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അയാളെ ഇതിൽ നിന്നും മുക്തി നേടിക്കൊടുക്കാൻ സാധിക്കുമെങ്കിൽ മാത്രമേ അയാൾ ഒരു നല്ല സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റും ആവുന്നുള്ളൂ. എനിക്ക് തന്നെ പേഴ്സണലി ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതേപോലെ ഒരു ഡോക്ടറിന്റെ അടുത്ത് പോയി കൺസൾട്ട് ചെയ്ത് ഞാൻ എൻ്റെ വിഷയങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നെ നേരെ നോക്കി പൊട്ടിച്ചിരിക്കുകയാണ് ഉണ്ടായത്. എന്നെ നോക്കി പൊട്ടിച്ചിരിച്ചിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ മാത്രം ബുദ്ധി ഇല്ലാത്ത ആളാണോ എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പോൾ നമ്മൾ ആ ഒരു പ്രതികരണം പ്രതീക്ഷിച്ചല്ലല്ലോ നമ്മൾ ഒരു ഡോക്ടറിന്റെ അടുത്ത് പോകുന്നത്, പ്രത്യേകിച്ച് ഒരു മനഃശാസ്ത്രജ്ഞന്റെ അടുത്ത് പോകുന്നത്. നമ്മൾ അത് പ്രതീക്ഷിക്കാനാണ് എനിക്ക് വേണമെങ്കിൽ എൻ്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതിയായിരുന്നു. ഇതിനേക്കാൾ നല്ല നല്ല ഹൈ ലെവലിലുള്ള മറുപടികൾ എനിക്ക് കിട്ടുമായിരുന്നു. പക്ഷെ ഞാൻ അതിലുപരി അതല്ല എനിക്ക് വേണ്ടത്. എൻ്റെ പ്രശ്നത്തിനൊരു പരിഹാരമാണ് എനിക്ക് വേണ്ടതെന്ന് കൃത്യമായി ഞാൻ മനസ്സിലാക്കിയതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഒരു ഡോക്ടറിന്റെ അടുത്ത് പോയി. കിട്ടിയത് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു എന്നുള്ളതാണ്. എനിക്ക് അതിന് പരിഹാരം കണ്ടെത്താനാവാതെ തിരിച്ചു വരികയും പിന്നെ അതിനകത്ത് ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ ഇതുപോലത്തെ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ പേടിയാവും. ഞാൻ ഇനിയും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലത്തെ പ്രതികരണമാണോ എനിക്ക് കിട്ടുക? ആളുകൾ ഇതേപോലെ ഡോക്ടേഴ്സ് ആണെങ്കിൽ പോലും അവരെന്നെ ജഡ്ജ് ചെയ്ത് സംസാരിക്കുമോ? ഞാൻ എങ്ങനെയാണ് എൻ്റെ വെരി ഇന്നർ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഇവരുടെ മുന്നിൽ ഓപ്പൺ അപ്പ് ചെയ്യുക? അവരെന്നെ കുറിച്ച് എന്ത് ചിന്തിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ എന്നിൽ ഉടലെടുക്കാൻ തുടങ്ങും. അപ്പം അതും വലിയൊരു ഫാക്ടറാണ്. ആളുകൾ എന്താ പറയുക, ഈ സൈക്കോളജിസ്റ്റ് ആണ്, സൈക്കാട്രിസ്റ്റ് ആണ് എന്നൊക്കെ ഒരു ലേബൽ ഇട്ട് അവിടെ ഇരിക്കുന്ന സമയത്ത് അവർക്ക് അതിനുള്ള ക്വാളിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ അവരത് അറ്റൈൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും വലിയൊരു ഫാക്ടറാണ്. അനുപമ ഇപ്പൊ ഈ പറഞ്ഞ ഇൻസിഡന്റ് ഇങ്ങനെ ഫേസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ പറയട്ടെ, നമ്മളിപ്പോൾ അതൊരു MBBS കഴിഞ്ഞ സാധാരണ ഡോക്ടറെ പോയി കാണുകയാണെങ്കിലും അവർ നമ്മളോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അനുസരിച്ചിട്ടാണ് നമ്മുടെ അസുഖങ്ങൾ മാറുന്നത്. നമ്മൾ ചില ഡോക്ടർമാരെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ തന്ന മരുന്ന് ബാക്കിയുള്ളവർ തന്നത് തന്നെയായിരിക്കും, പക്ഷെ നമ്മുടെ അസുഖങ്ങൾ മാറാറുണ്ട്. അത് അവർ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് അവരോടുള്ള ട്രസ്റ്റ് കൊണ്ടാണ്. ഇപ്പം ഈ മെന്റൽ ഹെൽത്തിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാം തുറന്നു നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സൈക്കോളജിസ്റ്റുകളെ കാണാം. ഒരുപാട് സൈക്കോളജിസ്റ്റ് ആവാൻ അത്ര പണിയില്ല. ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവാൻ ഡിഗ്രി ഒരു MA പഠിച്ചു കഴിഞ്ഞാൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്. അത് എത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാരെ നമ്മൾ ചൂസ് ചെയ്തെടുക്കുന്നു എന്നുള്ളതിലാണ്. ഇന്ന്
ഒരു കാര്യം ഇപ്പൊ എന്തുകൊണ്ട് ഈ ഓൺലൈൻ കൺസൾട്ടേഷൻസ് ആണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്? അത് എന്തുകൊണ്ടാണ് വർദ്ധിക്കുന്നത്? ഈ നേരിട്ട് പോയി സൈക്കോളജിസ്റ്റുകളെ കാണാനുള്ള മടി കൊണ്ടാണ്. നമ്മൾ പറയുന്നു അത് പണ്ട് കാലത്ത് ഒരു നാണക്കേടായിരുന്നെങ്കിൽ ഇന്നത് മാറി ഇന്നും നമ്മൾ പറയുന്നുണ്ട്. എന്നാൽ ഇന്നും ആൾക്കാർക്ക് അതിൽ ബുദ്ധിമുട്ടുണ്ട്. താനൊരു സൈക്കോളജിസ്റ്റിനെ കാണുന്നുണ്ട് അല്ലെങ്കിൽ ആ കൗൺസിലിംഗ് എടുക്കുന്നുണ്ട് എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം നമ്മുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഐഡന്റിറ്റി ഹൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലാണ് ഇന്ന് ഒരുപാട് പേര് അതിനെ അപ്രോച്ച് ചെയ്ത്. നിങ്ങളിപ്പോൾ അനുഭവം പറഞ്ഞ ഇൻസിഡന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സിമിലർ ഇൻസിഡന്റ് എന്റെ ഫ്രണ്ടിന് ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ ഇങ്ങനെ മെന്റലി അവൻ ഓക്കെ അല്ല എന്ന് പറഞ്ഞ് ഞാനും അവനും കൂടിയിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. ഹോസ്പിറ്റലിലേക്ക് പോയി എനിക്ക് തോന്നുന്നു 10,000 രൂപ കൊടുത്തിട്ടാണ് നമ്മൾ ആ കൺസൾട്ടേഷൻ എടുക്കുന്നത്, ഫസ്റ്റ് കൺസൾട്ടേഷൻ എടുക്കുന്നത്. ഈ 3,000 രൂപ കൊടുത്ത് കൺസൾട്ടേഷന് കയറി ഇവൻ പറഞ്ഞതെല്ലാം അവർ കേട്ടു. ആ സമയം അവർ കേട്ടു. ഒരു മണിക്കൂറോളം ഇവന്റെ എല്ലാ പ്രശ്നങ്ങളും അവരിരുന്ന് കേട്ടു. പക്ഷെ അത് കഴിഞ്ഞിട്ട് അയാൾ കൊടുത്ത മറുപടികളിൽ ഇവൻ സാറ്റിസ്ഫൈഡ് അല്ല. കാരണം അവൻ എന്നോട് പറയുന്നത് ഇതിലും ഭേദം ഞാൻ നിന്നോട് സംസാരിക്കുന്നതായിരുന്നു, നീ ഇതിലും ബെറ്റർ ആയിട്ട് എനിക്ക് മറുപടികൾ തരൂ അതിന്. പക്ഷെ അദ്ദേഹം അതെന്ന് വെച്ചാൽ ഡിഗ്രി കഴിഞ്ഞാൽ അത് പഠിച്ചു കഴിഞ്ഞാൽ നേരെ അവിടെ കൊണ്ടുപോയി ഇരുത്തുകയാണ്. ഇന്ന് നമ്മൾ കൊച്ചിയിലും മുക്കിലും മൂലയിലും നമുക്ക് സൈക്കോളജിക്ക് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റുകളെ കാണാൻ പറ്റും. എത്രയോ ക്ലിനിക്കുകളുണ്ട് നമുക്ക് സൈക്കോളജിയെ സപ്പോർട്ട് ചെയ്യുന്ന, സൈക്കോളജിക്ക് വേണ്ടി മാത്രമുള്ള ഭയങ്കര ലക്ഷറീസ് ആയ ഒരുപാട് ക്ലിനിക്കുകളുണ്ട്. ഇവരൊക്കെ എന്താണ് ചെയ്യുന്നത്? ഒരാൾ പഠിച്ചിറങ്ങുമ്പോൾ അവരെ പിടിച്ച് ഹയർ ചെയ്ത് അവിടെ കൊണ്ടുപോയി വെക്കുകയാണ്. ഇവരാരും സാമൂഹിക നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല അത് ചെയ്ത് വെക്കുന്നത്. സോ നമ്മൾ റൈറ്റ് ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് എത്തിപ്പെടുക അല്ലെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള ഒരു ഹീലറിന്റെ അടുത്ത് എത്തിപ്പെടുക എന്നുള്ളത് നമ്മൾ എടുക്കേണ്ട ചോയ്സ് ആണ്. നമുക്ക് ഹാർട്ടിന് ഒരു പ്രശ്നം വരിക, ഒരു കാർഡിയാക് പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ 2-3 കാർഡിയാക് സർജൻസിനെ കണ്ട് കൃത്യമായി ഒപ്പീനിയൻ എടുക്കാറില്ലേ? ഒരു മേജർ ഇതെന്തുകൊണ്ടാണ് ഈ മെന്റൽ ഹെൽത്തിന്റെ കാര്യത്തിൽ അവർ ചെയ്യാത്തത്? നമ്മളിപ്പോ ഒരു പ്രശ്നം, നമുക്കിപ്പോ സ്കിന്നിനൊരു പ്രശ്നം വന്നിരിക്കട്ടെ, നമ്മൾ എന്താണ് സെർച്ച് ചെയ്യുക? ബെസ്റ്റ് ഇന്ന് സെർച്ച് ചെയ്തിട്ടും കാര്യമില്ല, അത് നമുക്ക് SEO നമുക്ക് കൃത്യമായി മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്നാലും നമ്മൾ അന്വേഷിക്കില്ലേ? എത്രയോ പേരോട് അന്വേഷിച്ചിട്ടാണ് നമ്മളൊരു ഡോക്ടറെ അടുത്തേക്ക് പോകുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ അതിനൊന്നും തയ്യാറാവുന്നില്ല. അല്ലെങ്കിൽ അത് നമ്മൾ എടുക്കുന്ന ചോയ്സുകളുടെ തെറ്റാണ്. കാരണം നമ്മൾ മനസ്സിലാക്കണം, ഇത് ഈസിലി ആക്സസിബിൾ ആയ ഒരു പോസ്റ്റാണ് ഈ സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത്. സോ അതിൽ നമ്മൾ കൃത്യമായി സെലക്ഷൻ നടത്തിയാലേ നമുക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റുള്ളൂ. നമ്മുടെ മെന്റൽ ഹെൽത്ത് ഓക്കെ ആവണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ അതിന് കൃത്യമായി ഒരാളെ കണ്ടുപിടിച്ച് വേണം നമ്മൾ ചെല്ലാൻ. അത് അവിടെ ചെന്ന് ചിലപ്പോൾ ചില ആൾക്കാർ തരുന്ന സൊല്യൂഷൻസ് നമുക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കില്ല. സോ മറ്റൊരാളെ കൺസൾട്ട് ചെയ്യുക. അത് ഒരുപാട് പൈസയും കൂടി ഇതിൽ ഇപ്പൊ ഒരു ഹീലിങ്ങിനെ കുറിച്ച് നമുക്ക് 2,000 രൂപയുടെ ഹീലിംഗ് ഉണ്ട്, 10,000 രൂപയുടെ ഹീലിംഗ് ഉണ്ട്, 15,000, 20,000 ഒക്കെ ഹീലിംഗ് ഉണ്ട്. പക്ഷെ നമ്മൾ റൈറ്റ് പേഴ്സന്റെ അടുത്ത് എത്തിപ്പെടുക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക് ആണ്. പക്ഷെ അതിന് നമ്മൾ തന്നെ എഫേർട്ടുകൾ എടുത്തേ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. മെന്റൽ ഹെൽത്ത് അത്രയും ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ അത് പ്രൊട്ടക്ട് ചെയ്യുന്നത് നമ്മുടെ നീഡാണ്. അത് ഓക്കെ ആയില്ലെങ്കിൽ നമുക്ക് എത്രത്തോളം ഫിസിക്കൽ ഇഷ്യൂസ് വരും എന്നറിയോ? എൻ്റെ ഒരു ഫ്രണ്ടിന് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ആയിട്ട് ഡോക്ടറെ അടുത്തേക്ക് പോയി, അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്കി, ബാക്കി എല്ലാ ടെസ്റ്റുകളും നടത്തി, ഒരു പ്രശ്നവുമില്ല. ആങ്സൈറ്റി കാരണമാണ് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് വന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് ഈ ചില വേദനകൾ, നെക്ക് പെയിൻ, ബാക്ക് പെയിൻ, ഇത് നമുക്ക് മെന്റലി ഓക്കെ അല്ലെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള അസുഖങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടും എന്നുള്ളതാണ്. സോ അതിന് ഡ്യൂ കൺസിഡറേഷൻ കൊടുക്കേണ്ട കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പിന്നെ പണ്ടത്തെ കാലമല്ല ഇന്ന്. നമുക്ക് ഒരുപാട് സ്ട്രെസ്സുകളുണ്ട് ജോലി സ്ഥലത്തായാലും. ഇന്ന് നമ്മൾ എന്താ പറയുക, ഒരു റഷിങ് സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആരും നമുക്കൊപ്പം ഓടാനുണ്ടാവണം എന്നില്ല. നമ്മൾ ചിലപ്പോൾ ഒറ്റയ്ക്ക് ഓടേണ്ടി വരും. അതിന് നമ്മൾ മാനസികമായി തയ്യാറെടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ വേണ്ടി വന്നു കഴിഞ്ഞാൽ അതിന് നമ്മളിപ്പോൾ സൂയിസൈഡിനുമായി ബന്ധപ്പെട്ട് എന്ത് വേണമെങ്കിലും നമ്മൾ സെർച്ച് ചെയ്താൽ നമുക്ക് ആദ്യം വാർണിംഗ് ഹെൽപ്പ് ലൈൻ കാർഡാണ്. സോ അതിനെ നമ്മൾ എന്താ പറയാ ശ്രദ്ധിച്ച് ഡീൽ ചെയ്തില്ലെങ്കിൽ അത് പ്രശ്നമാവുമെന്ന് മനസ്സിലാക്കി നമ്മൾ ഹാപ്പി ആയിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക. അത് ജോലിയാണെങ്കിലും പേഴ്സണൽ ലൈഫ് ആണെങ്കിലും മാരിറ്റൽ ലൈഫ് ആണെങ്കിലും എന്താണെങ്കിലും സ്വന്തമായി ഹാപ്പി ആവാനുള്ള എഫേർട്സ് എടുക്കുക എന്നുള്ളതാണ്.